നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 23-ാം വാക്യം. നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും പല വാക്യങ്ങളിലും പല സാഹചര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആശയം അല്ലെങ്കിൽ സന്ദേശമാണ് ഈ വചനം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പലപ്പോഴായിട്ട് വചനം നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ കാലിടറുകയില്ല, നീ നടക്കുന്ന വഴിയിലെല്ലാം സർവശക്തനായ ദൈവം തുണയായും അല്ലെങ്കിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഒക്കെ നിന്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മരണത്തിന്റെ താഴ്വരയിലൂടെ നീ നടന്നാലും നിനക്കൊന്നും സംഭവിക്കുകയില്ല. അതായത് കൂടെ നടക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്താനാകുമോ അത്രത്തോളം നാം മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് നമ്മോട് പറയുന്ന വചനം കൂടിയാണിത്. അതായത് ഒരു സുരക്ഷിതത്വം, കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു നിർണായകമായിട്ടുള്ള വാക്യം. നീ നടക്കുന്ന വഴിയിലൊക്കെയും നീ സുരക്ഷിതനായിരിക്കും, നിന്റെ കാൽ ഇടറുകയില്ല. ഒരു കാൽച്ചുവട് പോലും ഇടറാൻ സമ്മതിക്കാതെ അത്രമാത്രം നിന്റെ വലത്തും ഇടത്തും നിനക്ക് താഴെയും മുകളിലും നിന്റെ മുൻപിലും നിന്റെ പിറകിലും നിന്റെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന സംരക്ഷണ കവചം തീർക്കുന്ന, നിനക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്ന യഹോവയെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ യഹോവയെ മഹത്വപ്പെടുത്തുന്ന ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തീവ്രമായ ഒരു യുദ്ധം നടക്കുന്ന പോർക്കളം. യുദ്ധമാകട്ടെ ഒരുപാട് മനുഷ്യരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു. എന്നാൽ ആ യുദ്ധക്കളത്തിൽ നിന്നും അതിസാരമായി പരിക്കേറ്റ ഒരു പട്ടാളക്കാരനെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ശരീരമാസകലം വേദനയാൽ പുളയുമ്പോൾ അതിന് മരുന്ന് വെച്ച് കെട്ടുന്ന ഡോക്ടർമാരോട് പോലും കരഞ്ഞപേക്ഷിക്കുവാനല്ലാതെ മറ്റൊന്നിനും അയാൾക്ക് സാധിക്കുന്നില്ല. ആ ദിവസത്തിൻ്റെ വൈകുന്നേരം സായാഹ്ന സമയത്ത് ആ മനുഷ്യൻ വേദന കൊണ്ട്, അത്യുഗ്ര വേദന കൊണ്ട് വിശ്രമിക്കുകയാണ്. ഉറക്കം കണ്ണുകളെ തൊട്ട് തീണ്ടുന്നില്ല. പിന്നെയോ വേദന കൊണ്ട് കരയുവാനല്ലാതെ മറ്റൊന്നിനും അയാളെ കൊണ്ട് സാധിക്കുന്നുമില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ക്യാമ്പിലെ ഒരു വൈദികൻ, അവിടെ പ്രാർത്ഥിക്കുവാനായി ചുമതലയുണ്ടായിരുന്ന നിയോഗമുള്ള ഒരു വൈദികൻ ഇയാളുടെ അടുക്കലേക്ക് എത്തുകയാണ്. ആ വൈദികൻ ഇയാളോട് പറയുകയാണ്, നിനക്ക് സമാധാനത്തിനായി, നിന്റെ മാനസിക സൗഖ്യത്തിനായി ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കട്ടെ. പക്ഷേ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യൻ അത് പൂർണ്ണമായി കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അത്രമാത്രം വേദന കടിച്ചമർത്തി പല്ലുകൾ കൊണ്ട് ആ വേദനയെ കടിച്ചമർത്തുമ്പോഴും അയാൾ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം തരണേ എന്നുള്ളത്. എന്നാൽ ഇത് കേട്ട വൈദികൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദപുസ്തകം താഴേക്ക് വെച്ച് ഓടുകയാണ് വെള്ളം എടുക്കുവാനായി. അദ്ദേഹം വെള്ളം കൊണ്ടുവന്ന് ഈ പട്ടാളക്കാരൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിന് ഒരു ആശ്വാസം ലഭിക്കുന്നു. വീണ്ടും ഈ വൈദികൻ ചോദിക്കുകയാണ്, ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾപ്പിക്കട്ടെയോ? പക്ഷെ അതിനും ആ പട്ടാളക്കാരനെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. അത് കേൾക്കുവാനും അദ്ദേഹത്തിന് ആ ഒരു നിമിഷം സാധിക്കുന്നില്ലായിരുന്നു. വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു. എന്തായിരുന്നു ആ പട്ടാളക്കാരൻ ഉന്നയിച്ച ആവശ്യങ്ങൾ? എന്തായിരിക്കും അതിന് വൈദികൻ നൽകുന്ന മറുപടി? അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്നുള്ള കഥയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ഒന്നാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ. സൂസൻ, എവിടെ നിന്ന് വിളിക്കുന്നു ആന്റി? മാവേലിക്കരയിന്ന് അല്ലേ? അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആന്റിയുടെ? ഇപ്പൊ ഞാൻ തനിയേ ഉള്ളു. തനിയുള്ളു, ഓക്കെ. അവിടെ മഴയൊക്കെ ഉണ്ടോ മാവേലിക്കര? അതെന്ത് ചോദ്യം അല്ലേ, മഴ ഉണ്ടോന്ന് മഴക്കാലത്ത്? ഓക്കെ ആന്റി, അപ്പോൾ എന്തായാലും അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കടന്നാലോ, അതിനുശേഷം മടങ്ങി വരാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിതയ്ക്കുവാൻ ഉഴുന്നവൻ നിരന്തരമായി ഉഴുതുകൊണ്ടിരിക്കാതെയും എല്ലായ്പ്പോഴും മണ്ണിളക്കി കട്ടയുടച്ചുകൊണ്ടിരിക്കാതെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം അത് തന്നെയാണ്. വചനത്തിൽ അത് കുറച്ചും കൂടെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ശരി ഉത്തരം വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതാണ്: നിലം നിരപ്പാക്കിയിട്ട് അവൻ വിത്തുകൾ അതാതിന്റെ സ്ഥലത്ത് വിതറും. ഓക്കെ, സാറില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്: എന്തിനെ കുറിച്ചാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ നിന്ന് ഏശയ്യാവ് കേട്ടിരിക്കുന്നത്?
സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള സംഹാരം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം Thank ഇതാണ്. you. സർവഭൂമി മേലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെ കുറിച്ച്. അതെ. ഓക്കെ ആന്റി, ബൈബിളൊക്കെ എല്ലാ ദിവസവും വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. പാട്ടൊക്കെ പാടാറുണ്ടോ? പാടും. അപ്പൊ വചനം പറയാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, പാട്ട് പാടാനാണോ? എന്ത് വേണേലും. ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കി ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള എന്നാ ഞങ്ങൾ തന്നെ പറയട്ടെ, ഞാൻ തന്നെ പറയട്ടെ. പറഞ്ഞോളൂ. ഒരു പാട്ട് പാടാവോ? പാടിക്കോളൂ. പിന്നെ ഞാൻ നിന്നോ കണ്ടോട്ടെ, എന്തേ ഞാൻ നിൻ സോദം കേട്ടോട്ടെ, ആ പാറമേൽ ഞാൻ കയറിച്ചോട്ടെ, നിന്റെ കൈ കൊണ്ടെന്നെ നീ മറയ്ക്കണം, ആ പാറമേൽ ഞാൻ കയറിച്ചോട്ടെ, നിന്റെ കൈ കൊണ്ടെന്നെ നീ മറയ്ക്കണം, എന്തേ ഞാൻ നിന്നു കണ്ടോട്ടെ, എന്തേ ഞാൻ നിന്നോട്ടെ. നന്നായിട്ട് പാടിയിട്ടുണ്ടേ. ഓക്കെ. പാട്ടൊക്കെ പാടുമല്ലേ വീട്ടിലും? നമ്മൾ പാടും, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാടുന്നു. സന്തോഷം സന്തോഷം ആന്റി, സന്തോഷം. നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കൂടി പോയാലോ? പോകാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. കരിഞ്ജീരകവും ജീരകവും വിളവെടുക്കുന്നത് എങ്ങനെയാണ്? രണ്ടും ഏകദേശം ഒരേപോലെയുള്ള കാര്യമാണ് ചെയ്യുന്നത്, പക്ഷെ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് വചനത്തിൽ പറഞ്ഞോളൂ. മെതിവണ്ടി കൊണ്ട് മെതിക്കാത്തതാണ് ചോദിച്ചിരുന്നത്. ജീരകം എങ്ങനെ വിളവെടുക്കും? കരിഞ്ജീരകം എങ്ങനെ വിളവെടുക്കും? ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രവും അനക്കുന്നില്ല, കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തന്നെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കും. നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം ഇതാണ്. മെതിക്കുമ്പോൾ ധാന്യം ചതച്ചു കളയാതിരിക്കുവാൻ കർഷകൻ ചെയ്യാത്തത് എന്താണ്? വണ്ടിയുടെ കുതിരകളെ തെളിക്കാതിരിക്കുക. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. വണ്ടിയുടെ ചക്രവും കുതിരകളും അതിന്മേൽ കയറുവാൻ ഇടയാക്കുന്നില്ല. ഇപ്പൊ സന്തോഷമായില്ലേ? മാത്രം ഒരു പാട്ടൊക്കെ പാടി. അപ്പം ആന്റി ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പം എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട്. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൂസൻ ആന്റിയാണ്. ആന്റി വളരെ സന്തോഷത്തോടു കൂടി ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ കോൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് പരിക്കേറ്റ് കിടന്ന ഈ ഒരു പട്ടാളക്കാരന് വെള്ളം നൽകുന്ന ഒരു വൈദികന്റെ ചിത്രത്തിലൂടെ ആയിരുന്നു, അല്ലെങ്കിൽ കാഴ്ചയിലൂടെ ആയിരുന്നു. അപ്പൊ അതിനുശേഷവും ഈ വൈദ്യൻ ചോദിക്കുന്നുണ്ട്, വചനഭാഗം വായിക്കട്ടെ. അപ്പോഴും വേദന കൊണ്ട് പൊളയുന്ന ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ തലയൊന്ന് ഉയർത്തി തലയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് തരാവോ? തലയുടെ വേദന കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ തലയൊന്ന് ഉയർത്തി എന്തെങ്കിലും ഒന്ന് പൊക്കം കിട്ടാൻ വെച്ച് തരാവോ? അപ്പോൾ പെട്ടെന്ന് തന്നെ വൈദികൻ വീണ്ടും ആ ബൈബിൾ താഴെ വെച്ചിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മഴക്കോട്ട് അല്ലെങ്കിൽ മഴക്കുപ്പായം ഊരി മടക്കി തലയിണ പോലെ വെച്ചു കൊടുക്കുകയാണ് ഈ പട്ടാളക്കാരന്. എന്നിട്ട് വീണ്ടും വൈദികൻ ഈ വിശുദ്ധ ഗ്രന്ഥം എടുക്കുന്നു, വീണ്ടും ചോദിക്കുന്നു, ഞാൻ വായിച്ചു തരട്ടെ. പക്ഷെ അപ്പോഴും ഈ പട്ടാളക്കാരൻ സ്വയം പറയുന്നുണ്ട്, എനിക്ക് തണുക്കുന്നു. അപ്പോൾ ആ വൈദികൻ വീണ്ടും ബൈബിൾ താഴേക്ക് വെച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പായം എടുത്ത് അയാളെ പുതപ്പിക്കുന്നു. അതിനുശേഷം അയാൾക്ക് ആ ഒരു ചൂടും അയാളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരു സൗകര്യവും സുഖവും ഒക്കെ ചെയ്തു കൊടുക്കുവാൻ അയാൾ സന്നദ്ധനാവുകയാണ് ആ വൈദികൻ. അതിനുശേഷം വൈദികൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി ബൈബിൾ വായിച്ചു തരട്ടെ. അപ്പോൾ ഈ രോഗശയ്യനായി അല്ലെങ്കിൽ വേദന കാർന്നു തിന്നുന്ന ശരീരവുമായി കിടക്കുന്ന ഈ പട്ടാളക്കാരൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ സാഹചര്യങ്ങളിലും നൊമ്പരങ്ങളിലും ഒറ്റപ്പെടലിലും നമ്മൾ നൽകേണ്ട ഒരു മറുപടി.
പലപ്പോഴും നമ്മൾ പറയാൻ മടിച്ചതും എന്നാൽ പലപ്പോഴൊക്കെയും പറഞ്ഞതുമായിട്ടുള്ള ഒരു മറുപടി. ആ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുന്നായി നമുക്ക് നമ്മുടെ കോളിലേക്ക് പോയിട്ട് വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയം. കോട്ടയത്ത് നിന്നും അറിയാൻ ആന്റി അല്ലേ? അതെ. ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഞാനും എന്റെ ഭർത്താവേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ അവിടെ സുഖമായിട്ടിരിക്കുന്നോ രണ്ടുപേരും? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എന്റെ മകനുണ്ട്, അവൻ ജോലിക്ക് പോയിരിക്കുവാ. ഓക്കെ, അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പം ആന്റി ബൈബിൾ വായിക്കാറുണ്ടോ എല്ലാ ദിവസവും? പിന്നെ ദിവസവും വായിക്കും, എപ്പോഴും വായിക്കും. എപ്പോഴും വായിക്കും. പ്രാർത്ഥന അങ്ങനെയൊക്കെ ആണല്ലേ ജീവിതം പോകുന്നേ? അതെ അതെ. സന്തോഷം. അപ്പൊ ആന്റി, എന്തായാലും അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളാണ് വചന സമീക്ഷയിലുള്ളത്. നമുക്ക് ചോദ്യത്തിലോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. ശരി. ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉണ്ട്. ശരി ഉത്തരം ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അവൻ ആലോചനയിൽ അത്ഭുതവാനും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടവാനും ആകുന്നു. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണേ. ചോദ്യം ഇതാണ്: ദാവീദ് പാളയം അടിച്ചിരിക്കുന്ന നഗരം ഏതാണ്? സംശയമൊന്നുമില്ല, ലോക്ക് ചെയ്യുവാണേ. ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്ത ഉത്തരം എന്തായാലും ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം അരിയേൽ. ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നല്ലേ ചോദിക്കുന്ന ചോദ്യങ്ങൾ? പെട്ടെന്ന് ഉത്തരം പറയുന്നു. ഞാനിതൊക്കെ വായിച്ചിട്ടുള്ള. ഓ, അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആന്റി, എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്താ ചെയ്യാ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് പാടുവാണോ, വചനം പറയുവാണോ, എന്താ ചെയ്യാ? ബൈബിളൊക്കെ അത്രയും വായിച്ചിട്ടുള്ള ആളല്ലേ, എപ്പോഴും ബൈബിളിലൂടെ ജീവിക്കുന്ന ഒരാളല്ലേ. അപ്പം കുറച്ച് വചനങ്ങൾ പറഞ്ഞാലോ? എന്ത് വേണേലും പറയാം. എന്നാ വചനം പറയാവോ? ഞാനൊന്നും നോക്കിയിട്ടില്ല. ഓർമ്മയിലുള്ളത് വചനം പറയാം. ആന്റിക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. പാട്ട് പാടാം. പാടിക്കോളൂ. സുഖം വേണ്ടെനിക്ക് പ്രിയനേ, നീ മതിയെന്നാടുമേ. ഹൃദയം തകർന്നിടുമ്പോൾ, കണ്ണുനീരൊഴുക്കിടുമ്പോൾ, അരികിൽ വന്ന ആശ്വാസമേകും പ്രിയ, നീ മതിയെന്നാളുമേ. അരികിൽ വന്ന ആശ്വാസമേകും പ്രിയ, നീ മതിയെന്നാളുമേ. രോഗങ്ങളാലെ മുറ്റും ആശയറ്റ നേരവും, അറിയാത്ത മാർഗെ വിളിച്ചവന്, രോഗങ്ങൾ മാറ്റിയെന്നെ ചേർത്തവന്. അറിയാത്ത മാർഗെ വിളിച്ചവന്, രോഗങ്ങൾ മാറ്റിയെന്നെ ചേർത്തവന്. ഞാൻ ദേഹം ദേഹി പൂർണ്ണമായി സമർപ്പിക്കുന്നേ, പ്രാണപ്രിയ എന്നെ നടത്തിയിടണേ. നിന്നിഷ്ടം ചെയ്തു വേല തികച്ചിടുവാൻ, പ്രാണപ്രിയ എന്നെ നടത്തിയിടണേ. നിന്നിഷ്ടം ചെയ്തു വേല തികച്ചിടുവാൻ. ലോകസുഖം വേണ്ടെനിക്ക് പ്രിയനേ, നീ മതിയെന്നാളുമേ. ലോകസുഖം വേണ്ടെനിക്ക് പ്രിയനേ, നീ മതിയെന്നാളുമേ. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണോ ഇത്? ഓക്കെ, അത് വചനം പോലെ തന്നെ ഉണ്ട് പാട്ടിന്റെ ലിറിക്സ് ഒക്കെ. വചനം പറയുന്ന പോലെ തന്നെ ഉണ്ട് ലിറിക്സ് ഈ പാട്ടിന്റെ വരികള്. അതെ അതെ, അത് തോന്നി. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ ഏതിനെതിരെയാണ് പ്രവചിച്ചിരിക്കുന്നത്? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അരിയേലിനെതിരെ. എനിക്കൊന്ന് മുന്നത്തെ ചോദ്യം ഇതും സെയിം ഉത്തരം കിട്ടിയല്ലേ? എനിക്ക് പെട്ടെന്ന് കിട്ടി. അതിലക്ക. അപ്പോ അടുത്ത ചോദ്യം ചോദിക്കുവാണേ, ലാസ്റ്റത്തെ ചോദ്യം. അരിയേലിനെതിരെ യഹോവ പ്രവചിച്ചത് എന്താണ്?
എന്തോ ഒരു പ്രവചനം ഉണ്ടായി അരിയലിനെതിരെ യഹോവയാണ് പ്രവചിച്ചത്. അപ്പൊ ആ പ്രവചനം എന്താണ്? ദുഃഖവും വിലാപവും ഞെരുക്കവും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: അരിയലിനെ ഞെരുക്കും, കഷ്ടതയും സങ്കടവും ഉണ്ടാകും. അപ്പോ 4 ഉത്തരങ്ങളും ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. പറയാൻ പറ്റിക്ക് സന്തോഷമായോ? സന്തോഷം. ഞാൻ എപ്പോഴും പാടുന്ന ഇതൊക്കെ കേൾക്കുമ്പോ സന്തോഷല്ലേ? ഇത് ഇപ്പൊ ആന്റി വീട്ടിലും ഇങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴൊക്കെ പാടുന്ന ഒരു കാര്യം കുറേ പേര്, ആയിരങ്ങളെ ഒരു പ്രേക്ഷകരെ എന്ന നിലയ്ക്ക് ഇതിലിരുന്ന് കാണുമ്പോൾ സന്തോഷമല്ലേ? അതെ അതെ അതെ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. വിളിക്കാം. ഓക്കെ ആന്റി, താങ്ക് യു. മറിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നന്നായിട്ട് പാട്ട് പാടുകയും അതുപോലെ തന്നെ എൻജോയ് ചെയ്ത്, നമ്മൾ പറയില്ലേ, ആസ്വദിച്ച് ഉത്തരങ്ങളൊക്കെ പറഞ്ഞൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആന്റിക്കും അങ്കിളിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥ നമുക്ക് എന്തായെന്ന് നോക്കാം. കഥയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ വൈദികൻ ആദ്യത്തെ തവണ, 1 അല്ല 2 അല്ല 3 തവണ, അതിൽ കൂടുതൽ തവണ ചോദിക്കുന്നുണ്ട്, ഞാൻ ബൈബിളിലെ ഈ ഭാഗം വായിച്ചു തരട്ടെ എന്നുള്ളത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ പട്ടാളക്കാരൻ്റെ ദുഃഖം ആ നിമിഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശാരീരികമായിട്ടുള്ള വേദനകളും അസ്വസ്ഥതകളും ആയിരുന്നു. പക്ഷെ അതിനൊക്കെ മുറിവായിട്ട് ഈ ഒരു വൈദികൻ പ്രവൃത്തി ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവനെ സഹായിച്ചപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം, ഞാൻ ഇനി നിനക്ക് ബൈബിൾ വായിച്ചു തരട്ടെ. അപ്പോൾ ആ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട വൈദിക, അങ്ങ് എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക്, അങ്ങ് എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വചനഭാഗം എനിക്കൊന്ന് വായിച്ചു തരാവോ? ഞാനിവിടെ വയ്യാതെ കിടക്കുകയായിരുന്നു, ഞാനിവിടെ പരിചരണത്തിലായിരുന്നു. വേദന അനുഭവിക്കുന്ന എനിക്ക് നീ ചെയ്തു തന്ന സഹായങ്ങളെ പ്രതിയുള്ള ഒരു വചനം എനിക്ക് വായിച്ചു തരാവോ? അപ്പോൾ ഇത് കേട്ട വൈദികന് സന്തോഷമാകുന്നുണ്ട്. കാരണം ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ ആ വൈദികൻ വായിച്ചു കൊടുക്കുന്ന വേദഭാഗം നല്ല സമരിയക്കാരൻ്റെ ഉപമയായിരുന്നു. അപ്പോൾ ഈ ഒരു കഥയുടെ സന്ദേശം വലിയൊരു കാര്യം നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കാരണം നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി സാമ്യമുള്ള, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒത്തിരി സാമ്യമുള്ള, നമ്മുടെ സ്നേഹിതരുമായിട്ട് ഒത്തിരി സാമ്യമുള്ള ഒരു വചനം കൂടിയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളിലേക്ക് കൂടി നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്തുനിന്ന് ഏലിയാമ്മ ആന്റി അല്ലേ? അതെ അതെ. ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു രണ്ടുപേരും? മഴ എല്ലായിടത്തും മഴയും മഴക്കെടുതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കേറിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദുരന്തങ്ങളും അങ്ങനൊന്നും ഉണ്ടാകാതെ എല്ലാം ഒന്ന് പതിയെ അങ്ങ് പോകാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തോ ആന്റി? സന്തോഷം. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയല്ലോ. 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് എന്നിട്ട് പതിയെ വിശേഷങ്ങളിലേക്ക് വരാവേ. ഓക്കെ, എന്നിട്ട് അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവ അരിയേലിനോട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അരിയേലിനോട് അതിനുശേഷമുള്ളതാ. അരിയേലിനോട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി ചിറകോരി നിന്നെ ഉപരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഇവിടുത്തെ ബൈബിൾ പ്രകാരമുള്ള ഉത്തരം ഇതാണ്: നിനക്കെതിരായി ചുറ്റും പാളയമടിക്കും, പർവ്വതം കൊണ്ട് നിന്നെ ഉപരോധിക്കും, നിനക്കെതിരെ കോട്ട കെട്ടുകയും ചെയ്യും. അത് സാരമില്ല, അതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ, അതുകൊണ്ടാ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യെരൂശലേമിന്റെ ശത്രുക്കളെ യഹോവ സന്ദർശിച്ചത് എങ്ങനെയായിരുന്നു? ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടി കാറ്റും കൊടുങ്കാറ്റും വികസിക്കുന്ന അഗ്നിജാലവുമായി അത് സൈന്യങ്ങളുടെ യഹോവയായി സന്ദർശിക്കപ്പെട്ടു. വളരെ ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പോൾ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്:
ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി. അതെ അതെ, സന്ദർശിക്കും. അപ്പോൾ രണ്ട് അത്യാവശ്യം വലിയ ചോദ്യങ്ങളായിരുന്നു, പക്ഷെ നല്ല രീതിക്ക് തന്നെ ഉത്തരം പറഞ്ഞു. ആന്റി പാട്ട് പാടുകയാണോ, എന്താ ചെയ്യുക എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? യഹോവയെ പാട്ട്, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ. അവന്റെ സന്തതി ഭൂമിയിൽ വിലപ്പെട്ടിരിക്കും. നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വചനം പറഞ്ഞു അല്ലേ? സന്തോഷം കേട്ടോ കേട്ടപ്പോ. സങ്കീർത്തനം 112 1ഉം 2ഉം വാക്യങ്ങൾ. അപ്പൊ എന്തായാലും ആ വചനത്തിന്റെ അഭിഷേകമൊക്കെ വീട്ടിലും ജീവിതത്തിലും ഒക്കെ നിറയട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാടാം. ഈ അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് പാട്ട് പാടാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അരയേലിനും അതിന്റെ കോട്ടയ്ക്കുമെതിരായി യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും എങ്ങനെയാകും? ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനം പോലെ ആകും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനം പോലെ ആകും. അപ്പൊ എന്തായാലും സന്തോഷത്തിൽ ഇരിക്കുമല്ലേ? പാട്ട് പാടിക്കോളൂ ആന്റി. ശരിയായിട്ട് പാടാൻ പറ്റുന്നില്ല, ഞാൻ പാടും. അതൊന്നും സാരമില്ല, ആന്റി പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ, ഞങ്ങളിവിടെ ഉണ്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിടാൻ വാക്കുകൾ പോരാ. സ്വന്തമായൊന്നുമില്ല, സർവവും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വന്നിടാൻ വാക്കുകൾ പോരാ. നന്നായിട്ട് പാടിട്ടെ. ഇതാണോ പാടാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ? അത് സാരില്ല, നന്നായിട്ട് പാടി. ഇനിയും ഒരുപാട് പാട്ടൊക്കെ പാടാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: യഹോവ മൂടുപടം ഇട്ടിരിക്കുന്നത് ആരുടെ മേലാണ്? ആരുടെയോ മേല് മൂടുപടം ഇട്ടിട്ടുണ്ട്. ആരുടെ മേലാ? പ്രവാചകന്മാർക്കും ദേവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. ശരി ഉത്തരമാണ്. കേട്ടോ, അത് സാരില്ലായിരുന്നു. അപ്പം എന്തായാലും അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പ്രവാചകന്മാരുടെയും ദർശകന്മാരായ തലവന്മാരുടെയും. അപ്പോ സന്തോഷമായില്ലേ? 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരമാണ് നൽകിയത്. സന്തോഷമായി, വളരെ സന്തോഷം തന്നെയാണ്. വളരെ സന്തോഷം തന്നെ അനുഭവിക്കുന്നറിയാമോ? അതെ, അതിന്റെ അതായത് ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ മാത്രമല്ല, അതിന്റെ കൂടെ നമുക്ക് ഒരു വചനം പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പാട്ടും കൂടെ പാടിത്തന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ ആന്റി. ഓക്കെ, താങ്ക് യു ആന്റി. ഏലിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വചനം നമ്മളുമായിട്ട് പങ്കുവച്ചു, നന്നായിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിൽ കോൾ അവസാനിപ്പിച്ച ഒരു വ്യക്തി. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയുടെ അവസാന സന്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷനിലേക്ക് കൂടി നമുക്കൊന്ന് വന്നിട്ട് നമ്മുടെ ഈ ഒരു അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ പട്ടാളക്കാരൻ പറഞ്ഞതനുസരിച്ച് ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ ഈ വൈദികൻ വായിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ സ്വർഗത്തോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കണമെന്നില്ല.
പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിൻ്റെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിൽ പലരും സഹായവുമായി നമ്മുടെ പക്കൽ എത്താറുണ്ട്. അത് സ്വർഗം അയക്കുന്നവർ തന്നെയാണ്. നല്ല സമരിയക്കാരനെ പോലെ ആ വൈദികൻ ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും ആ ദൈവവചനം ശ്രവിക്കുവാനുള്ള ഒരു മനസ്സ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ആ പട്ടാളക്കാരന് ലഭിച്ചത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ വേദനയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവസാന ഘട്ടത്തിൽ ദൈവവചനം ശ്രവിക്കുവാനുള്ള ഒരു കേൾവി, ഒരു തുറവി അവന് ലഭിച്ചത്. അതായത് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകും. അതൊരു പക്ഷേ യുദ്ധത്തിലുണ്ടാകുന്ന ഈ മുറിവുകളെക്കാൾ അധികമായി നമ്മളെ വേദനിപ്പിക്കുന്നതാകാം, നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുന്നതാകാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലഹീനതകളെ പരീക്ഷിക്കുന്നതാകാം. പക്ഷെ അവിടെയൊക്കെയും ഈ ഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ, ദൈവവചനം ശ്രവിക്കുവാനുള്ള, തീക്ഷ്ണമായി ആഗ്രഹിക്കുവാനുള്ള ആ ഒരു കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ പലയിടത്തും ദൈവം ഇടപെടുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ, നമ്മുടെ നൊമ്പരങ്ങൾക്ക് അവൻ മുറിവ് വച്ച് കെട്ടുന്നത് തിരിച്ചറിയുവാനുള്ള ഒരു കെൽപ്പ് നമുക്കുണ്ടാകണം. ആ പട്ടാളക്കാരൻ ആ കെൽപ്പ് ആർജിച്ചെടുത്തത് ഈ വൈദികനിൽ നിന്നുമാണ്. ഏറ്റവും ഒടുവിലായി വചനത്തെ അടിസ്ഥാനമാക്കി വചനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ അവൻ പ്രാപ്തനാകുന്നുണ്ട്. അത്തരത്തിൽ ആ പട്ടാളക്കാരനെ പോലെ പ്രാപ്തരാകുവാൻ, പിന്നെയോ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ആ വൈദികനെ പോലെ മറ്റുള്ളവരെ കൂടി പ്രാപ്തരാക്കുവാനുള്ള ഒരു വഴികാട്ടിയും മാർഗദർശിയുമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇവിടെ ഈ പട്ടാളക്കാരനും ഈ വൈദികനും നമ്മളിൽ പലരുമാണ്, ഒരുപക്ഷെ നമ്മളായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കഥയുടെ സാരാംശത്തിൽ പറയുന്നത് പോലെ നല്ല വചനം വിതയ്ക്കുന്നവരും നല്ല വചനത്തിൻ്റെ വിളവെടുപ്പ് നടത്തുന്നവരുമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതോടുകൂടി ഇന്നത്തെ വചന സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.